ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 290 കൊടുക്കാം. 290 13 വണ്ടി അല്ലേ? 13 വണ്ടി. അതായത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടിയിലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? 35. അപ്പൊ അതായത് 30-ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ അതെ അതെ, 30 മൈലേജ് മിനിമം കിട്ടുന്ന വണ്ടി. അതെ അതെ, നല്ല മൈലേജ് ഇതിന്. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5,20,000 രൂപ. 5 രൂപ ഓട്ടോമാറ്റിക് ആണ്. ഇറങ്ങിയപ്പോ കുറച്ച് വിലയുണ്ട്, പക്ഷെ ഇപ്പൊ വിലയൊക്കെ ഇത് നമുക്ക് 4,25,000 രൂപ കൊടുക്കാം. 4,25. എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇത് നമുക്ക് 2,70 കൊടുക്കാം. 2,70 അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം സിംഗിൾ ഓണർ വണ്ടി തന്നെയാ. അത് ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് മെയിൻ അല്ലേ? നിങ്ങൾ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെക്കുന്നതാണോ അതോ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാവും? ഓൾറെഡി ഏകദേശം ഒക്കെ ഒരു ചെറിയ ആക്സിഡന്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. വണ്ടി ഒത്തിരി നമ്മള് നോക്കി ഒത്തിരി ക്വാളിറ്റി നോക്കിയിട്ട് അതായത് അതിപ്പോ ഓടിച്ചാൽ അറിയാം നമുക്ക് 28 ഓടിയിട്ടുള്ളൂ എന്നുള്ളത്. അല്ല, അതിന്റെ ഒരു ബോഡി ക്വാളിറ്റി ബോഡി ക്വാളിറ്റിയും ഇന്റീരിയലായാലും അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ റോയൽ യൂസ്ഡ് കാർസ് ഇരിഞ്ഞാലക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ യൂസ്ഡ് കാർസിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതാണ് നമ്മൾ എല്ലാ മാസവും ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ കുറച്ച് സമയം തിരക്കുള്ള സമയമൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വണ്ടി കയറുന്നതും ഇറങ്ങുന്നതും ഒരുമിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് ഡിലേ ആയി പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല വണ്ടി എടുക്കും. നമ്മൾ ഈ ഒരു ഇവരുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഇവരുടെ ഇതിന് മുമ്പിട്ടുള്ള വീഡിയോൻ്റെ കമൻറ്റിലാണെങ്കിൽ പോലും ഒരാളും ഒരു മോശം കമൻറ്റ് ചെയ്യാത്ത ഒരു ഷോറൂം എന്ന് പറയുന്നത് അത് ഒന്ന് നമ്മുടെ റോയൽ യൂസ്ഡ് കാർസ് തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തെടുത്ത് പറയേണ്ട ഒരു കേസുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം പർച്ചേസ് ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 22 വർഷമായിട്ട് ഈ സ്ഥലത്ത് ഇവിടെ ഇട്ടിട്ട് ഇതേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ കേട്ടോ. അപ്പോൾ അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്തായാലും ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയധികം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഭൂരിഭാഗം വണ്ടികളും ഒരു മാസത്തിനുള്ളിൽ തന്നെ സെയിലായി പോകുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം ഒറ്റ കാരണമുള്ളൂ, നല്ല വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് അതുപോലെ തന്നെ ലോൺ വേണമെങ്കിൽ ഒരു വണ്ടി എടുക്കാൻ വരുന്ന ഒരാളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം ചെയ്തു കൊടുക്കും. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ട മാത്രം ലൈക്കൊക്കെ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളതും അതുപോലെ തന്നെ ഇവിടെ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുള്ളതും ചിലപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ നല്ല വണ്ടി അപ്പി എടുക്കുന്ന ഒരാൾ പോലും മിസ്സാവണ്ട, നേരെ ഇവിടെ വന്നോട്ടെ. ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 10-20 വണ്ടികൾ കംപ്ലീറ്റ് ഇതേപോലത്തെ ചെറുവണ്ടികളാണ്. അതിൻ്റെ കൂടുതൽ കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാക്സിമം ഓഫറിലും വണ്ടി തരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ യൂസ്ഡ് കാർസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കിടിലൻ വണ്ടികൾ. അപ്പോൾ എന്തായാലും ചേട്ടാ 3 മാസമായി നമ്മൾ വന്നിട്ടല്ലേ? റോഡ് മാസ്റ്ററിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റി വണ്ടികൾ അല്ലേ? നല്ല വണ്ടികൾ, മാക്സിമം ഓണർ കുറവുകൾ, അതേപോലെ മാക്സിമം നല്ല വണ്ടികൾ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, 10 രൂപ കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക. അല്ലെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അതാണ് ഇത്ര വർഷമായിട്ട് നമ്മളിവിടെ നിലനിൽക്കുന്ന കാര്യം. അതാണ് നിങ്ങളെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമോ? ഇത് നമ്മളെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡ് ജംഗ്ഷനിൽ തന്നെയാണ്. ആ കോളേജിന്റെ ജംഗ്ഷൻ തന്നെയാണ്. ജംഗ്ഷൻ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എല്ലാ വണ്ടികളും പോകുന്ന മാക്സിമം വരാതിരിക്കുക. വണ്ടി നോക്കാൻ ചിലപ്പോൾ ഭയങ്കര തിരക്കാണ്. റോഡ് ഭയങ്കര തിരക്കും, റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഒത്തിരി തിരക്ക് കൂടുതലാണ്. പക്ഷെ എന്നാലും ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ എത്തിപ്പെടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാം, ലോണൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നല്ല വണ്ടികളാണെങ്കിൽ ടെൻഷൻ ഇല്ല. ചെറുവണ്ടി തുടങ്ങാം അല്ലേ? ഇന്ന് ചെറുവണ്ടികളുണ്ട്, അത്യാവശ്യം വേറെ വണ്ടികളും ഉണ്ട്. എന്തായാലും ഫസ്റ്റ് വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു മൈക്രയാണ്. മൈക്ര ഡീസൽ പെട്രോളോ? ഇത് പെട്രോളാണ്. പെട്രോളില് XV ആണോ? ഇത് XV അല്ലേ? ഇത് മോഡൽ ഏതാ? ഇത് 2017 ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്, അടിപൊളി, നല്ല നീറ്റ് വണ്ടി. കിലോമീറ്ററോ? ഇത് 72,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ സർവീസ്. ജെനുവിൻ ആണെങ്കിൽ മാത്രമേ അത് പറയുള്ളൂ. 70,000 സർവീസ് ചെയ്തിരിക്കുന്ന വണ്ടി. ശരി. പിന്നെ വേറെ കേസ് പറഞ്ഞുതരാം, ഈ വണ്ടിയിലേക്ക് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര നീറ്റാണ് കേട്ടോ. ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം. എങ്കിലും മാക്സിമം ചെക്ക് ചെയ്തോട്ടെ അല്ലേ? ചെയ്തോട്ടെ. നമ്പറൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് ചെക്ക് ചെയ്തിട്ട് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി ഇവിടെ ടെക്നീഷ്യനെ ആരെ വേണമെങ്കിലും കൊണ്ടുവന്നിട്ട് ഓടിച്ചു നോക്കി എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് അല്ലേ? എന്തെങ്കിലും കുറേ ഉണ്ടാവും, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് മാത്രം കൊടുത്താൽ. പിന്നെ ഞാൻ ഇതിന്റെ ഒന്നും ഇന്റീരിയർ കാണിക്കുന്നില്ല. നമുക്ക് 10-30 വണ്ടികൾ ആഡ് ചെയ്യണ്ടേ? വിളിക്കുന്നവർക്ക് ഇന്റീരിയർ മാത്രം ഒന്ന് അയച്ചു കൊടുക്കണം. അടുത്ത വണ്ടി നല്ല അടിപൊളി ഒരു i10. ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ? അതെ. ആസ്റ്റയാ? ഇത് മോഡലോ? ഇത് 2017 ഓട്ടോമാറ്റിക് തന്നെ. ഇതും 17 ഓട്ടോമാറ്റിക് 80 വരും അല്ലേ? അതെ. കിലോമീറ്ററോ? ഇതില് CNG ഇറക്കുന്നുണ്ട്. CNG ഉണ്ട്. അപ്പൊ നല്ല മൈലേജ് അല്ലേ? അതെ. 20 കൊടുത്തിട്ടുണ്ടോ? ഇത് 20 അല്ല 22, 23 മൈലേജ് കിട്ടുന്നുണ്ട്. സാധാ പെട്രോൾ ആണെങ്കിൽ 10ന്റെ ചോടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് 20 മോഡലല്ലേ പറഞ്ഞേ? 2017 മോഡൽ. ഈ ഷേപ്പ് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാ അല്ലേ? അതെ. എന്താ വില? ഇത് 70,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി തന്നെ, ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്ക് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ അല്ലേ? അതും എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വരിക, വന്ന് സംസാരിക്കുക, അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് തരും. ഇനി ബ്രിയോ ആണല്ലോ? ഇത് 2013 മോഡൽ. 13 ആണ്.
മാനുവൽ അല്ലേ? അതെ, മാനുവൽ. കിലോമീറ്ററോ? ഇത് 76,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് ഉള്ള വണ്ടി ഒന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ എല്ലാത്തിന്റെ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ. അതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ അയച്ചു തരും. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 290 കൊടുക്കാം. 290 13 വണ്ടി അല്ലേ? 13 വണ്ടി. അതായത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടിയിലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ. ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. 290 എടുക്കാം. അതുപോലെ തന്നെ ഇത് ഡിസൈർ അല്ലേ? അതെ. ഏതാ മോഡല്? ഇത് 2013 മോഡല് VXI 72,000 കിലോമീറ്റർ ഓടിക്കണ്. സെക്കൻഡ് ഓണർ, ഫുള്ള് കമ്പനി സർവീസ് വണ്ടി. ഓക്കെ. ഒരു റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല നീറ്റാ അല്ലേ? എന്താ വില? ഇത് നമുക്ക് 3,50,000 രൂപ കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് 13 VXI അല്ലേ? 13 VXI. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ വണ്ടിയൊക്കെ മാക്സിമം ലോണും കയറ്റാലോ അല്ലേ? എല്ലാത്തിനും കയറ്റാം. ഏകദേശം ഒരു 80-85% ലോൺ മിനിമം ചെയ്യാം. അടിപൊളി. അതുപോലെ തന്നെ ഒരു വാഗണർ ഉണ്ടല്ലോ. ഇത് 2022 മോഡൽ CNG. 22 CNG. ഇത് ടാക്സി ഒന്നും ആയിരുന്നില്ലല്ലോ? അല്ല, ജെനുവൻ സിംഗിൾ ഓണർ, 35,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ് വണ്ടി. 35. അപ്പൊ അതായത് 30 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയല്ലേ? അതെ. 30 മൈലേജ് മിനിമം കിട്ടുന്ന വണ്ടി. അതെ. നല്ല മൈലേജ് ഇതിന്. ഇത് 1 ലിറ്റർ അല്ലല്ലോ? 1 ലിറ്റർ അല്ലല്ലോ? 1 ലിറ്ററാ? അപ്പൊ കുറച്ചുകൂടി കൂടും. 22 മോഡല്. അതെ, 22 12 മാസം ഇറങ്ങിയ വണ്ടി. 22 12 മാസം വണ്ടി. ശരി. ഇത് വില? ഇത് നമുക്ക് 5,25,000 രൂപ. 5,25. CNG കിറ്റിന് മാത്രം ഒരു 70 രൂപ ചെലവ് വരും അല്ലേ? 75,000 രൂപ മിനിമം ചെലവുണ്ട്. അത് നോക്കുമ്പോൾ മോശമൊന്നുമില്ല, ലാഭമാണ്. അതുപോലെ തന്നെ റിച്ച് ആണെങ്കിലോ? ഇത് 2013 മോഡല്. 13 അല്ലേ? VXI 68,000 കിലോമീറ്റർ ഓടിക്കണ്. ഫുള്ള് കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഉള്ള വണ്ടികൾ എടുക്കണില്ലേ. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ഇതൊന്നും ഉള്ളത് എടുക്കണില്ലേ. മേജർ പ്രശ്നങ്ങളൊന്നും എടുക്കില്ല. അതായത് 50,000 രൂപ വണ്ടിയാണെങ്കിൽ നമ്മൾ എടുക്കണില്ല. അങ്ങനെ ആ ക്വാളിറ്റി ഉണ്ടാവണം. അതെ. ശരി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 3,10. 3,10. മോഡൽ ഏതാ പറഞ്ഞേ? 2013 അല്ലേ? 3,10,000 പെട്രോൾ VXI. വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അടുത്ത സെലേറിയോ ന്യൂ ഷേപ്പ് ആണ്. ഇത് ഏതാ മോഡല്? ഇത് 2022 മോഡല്. 22 ആണ്. ഇത് വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ്. VXI ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ. ഇപ്പൊ സർവീസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള വണ്ടി. നല്ല നീറ്റാണ് വണ്ടി ക്ലീൻ വണ്ടിയാണ്. അപാകതകൾ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപാകതയുള്ള വണ്ടികൾ എടുക്കണില്ല. ഞാൻ പിന്നെ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കല്ലേ? അങ്ങനത്തെ ബിസിനസ്. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5,20,000 രൂപ. 5 രൂപ. ഓട്ടോമാറ്റിക് ആണ്. ഇറങ്ങിയപ്പോ കുറച്ച് വിലയുണ്ട്. പക്ഷെ ഇപ്പൊ വിലയൊക്കെ കുറഞ്ഞതുകൊണ്ടാണ് റേറ്റ് ഒക്കെ മാറ്റം കുറഞ്ഞു. വീണ്ടും കൂടി തുടങ്ങി വിലകള്. കമ്പനി വില GST കുറച്ചെങ്കിലും കമ്പനി വില കൂട്ടിയിട്ടുണ്ട്. അതാണ്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് 5 രൂപ എടുക്കാം. അതുപോലെ തന്നെ ഈ റിക്സ് ആണെങ്കിലോ? ഇത് 2014 പെട്രോൾ VXI. 14 പെട്രോൾ VXI അല്ലേ? ഇത് പിന്നെ കിലോമീറ്ററോ? ഇത് 76,000 കിലോമീറ്റർ. ഇതും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. റെഡ് കളറാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ആ വണ്ടി കാണാനുണ്ട്. ഒക്കെയും ഫുള്ള് കമ്പനി ഡീറ്റെയിൽ ഉള്ള വണ്ടിയാണ്. ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 3,10,000 രൂപയ്ക്കാണ്. 3,10 കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും 3,10 ആ റിച്ച് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു നില കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? വണ്ടിയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എല്ലാം അത്യാവശ്യം നല്ല അടിപൊളി വണ്ടികൾ അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യണല്ലോ. അത് കാരണമാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഇത്ര വർഷമായിട്ട് നമുക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ല. അതാണ്. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഒരു സാധനം കാണിച്ചു തരാം. അതായത് നമ്മുടെ എക്കോസ്പോർട്ട് ആണ്. എക്കോസ്പോർട്ട് ഏതാ മോഡല്? 2015-16 രജിസ്ട്രേഷൻ. 15-16 അല്ലേ? നല്ല നീറ്റ് ബ്ലാക്ക് കളർ വണ്ടി അല്ലേ? ഇത് ടൈറ്റാനിയം അല്ലല്ലോ? ടൈറ്റാനിയം അല്ല, അതിന്റെ താഴത്താണ് ബേസിന്റെ മേലെ ഉള്ളത് അല്ലേ? അതെ. അതുപോലെ തന്നെ 4 ടയറും ഏകദേശം 90% ഉണ്ട്. ഇത് നമുക്ക് പിന്നെ കിലോമീറ്ററോ? ഇത് 1,00,000 കിലോമീറ്റർ ഓടിക്കണ്. ഡീസൽ അല്ലേ? ഡീസൽ, സെക്കൻഡ് ഓണർ. ശരി. എന്താ വില? ഇത് നമുക്ക് 4,25,000 രൂപ കൊടുക്കാം. 4,25. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 14-15 വണ്ടി കേട്ടോ. 15-16 വണ്ടി. 15-16 സോറി. മോശമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സെലേറിയോ? ഇത് 2017 ആണ്. ഓട്ടോമാറ്റിക്കാ? അല്ലല്ല, മാനുവൽ അല്ലേ? 51,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ. LXI. മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാട്ടോ. ഇത് പ്രൈസോ? ഇത് നമുക്ക് 3,10 കൊടുക്കാം. 17 വണ്ടി 3,10. എന്തെങ്കിലും കുറേ ഉണ്ടാവില്ലേ? ചെറുതായിട്ട് മാക്സിമം താഴ്ത്തിട്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നിങ്ങൾ സ്നേഹത്തിന്റെ വില എന്തെങ്കിലും കുറച്ച് കൊടുക്കണം. ചെയ്യാലോ അല്ലേ? അടുത്തത് ഇത് പോളോ ഏതാ മോഡല്? ഇത് 2013 വണ്ടി. 13 ആണ്. 13 പെട്രോൾ ഡീസലോ? ഇത് 2013 പെട്രോൾ അല്ലേ? 1.2 ലിറ്റർ ആണ്. പിന്നെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല അല്ലേ? ഇത് കിലോമീറ്ററോ? ഇത് 70,000 കിലോമീറ്റർ. 1.2 അല്ലേ? ശരി. ഇത് സർവീസ് ഒക്കെ പക്കാ? അതെ. പെട്രോൾ ആയതുകൊണ്ട് ഹിസ്റ്ററി ഉള്ള കംപ്ലൈന്റ് കുറവായിരിക്കും. ഡീസൽ പിന്നെ കംപ്ലൈന്റ് കൂടുതലാണല്ലോ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,70 കൊടുക്കാം. 2,70 അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം സിംഗിൾ ഓണർ വണ്ടി തന്നെയാ. അത് ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് മെയിൻ അല്ലേ? അതെ. ഇനി ഈ റെനോ ഏതോ കിട്ടോ? ഇത് 2016 വണ്ടി. 16.
16 എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിൽ ഈ വണ്ടിയുടെ ഫസ്റ്റ് വണ്ടി അതെ അതെ ഓട്ടോമാറ്റിക് അല്ലല്ലോ? അല്ലല്ല മാനുവൽ അല്ലേ? കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 66,000 കിലോമീറ്റർ. 66,000. ഇതൊക്കെ ഞാൻ കാണിച്ചു കിട്ടെ. നിങ്ങൾ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെക്കുന്നതാണോ അതോ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാവും? ഓൾറെഡി ഏകദേശമൊക്കെ ഒരു ചെറിയ ആക്സിഡന്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. വണ്ടി ഒത്തിരി നമ്മൾ നോക്കി ഒത്തിരി ക്വാളിറ്റി നോക്കിയിട്ട് ഇവിടെ കിടക്കുന്ന വണ്ടികൾ കണ്ടാൽ തന്നെ അറിയാം എല്ലാം സിംഗിൾ ഓണർ. അല്ലാണ്ട് എല്ലാ വണ്ടികളും പോയി എടുക്കില്ല. 3 ആള് 4 ആള് ഞങ്ങൾ സ്ഥിരം പോയിട്ട് എടുത്തു. എല്ലാവരും കൊണ്ടും നോക്കിച്ചിട്ട് ഇനി നമ്മൾ വണ്ടി എടുക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ധൈര്യമായിട്ട് എടുക്കാം. ഇതിപ്പോൾ നമുക്ക് എന്താ വില? 16. ഇത് നമുക്ക് 2,25 കൊടുക്കാം. 2,25. എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ട് അല്ലേ? ചെറുതായിട്ട്. ഇത് നോക്കിയോ നിങ്ങൾ? 28,000 കിലോമീറ്റർ ഓടിക്കണ 2010 വണ്ടിയാണ്. പുതിയ പേപ്പർ 28,000 കിലോമീറ്റർ 2010 ഇപ്പൊ പുതിയ പേപ്പർ എടുത്തേക്കണ വണ്ടി. വെറും 28 എന്നൊക്കെ പറയുമ്പോൾ പെട്രോൾ ആണ്. എന്താ കഥ? ഇതൊക്കെ ശരിക്കും 100% ജെന്യുവിനാ. റിമോട്ടൊക്കെ ഉണ്ട്. റിമോട്ടൊക്കെ അത്യാവശ്യം നല്ല വർക്കിംഗും ആണ് കേട്ടോ. കേട്ടല്ലോ അല്ലേ? ഞാൻ പറയണ്ടല്ലോ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് സംഭവം ബേസ് ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുള്ളൂ. അതെ അതെ അതെ. പക്ഷെ എന്നാലും വണ്ടി കിടിലൻ സാധനം അല്ലേ? അതായത് അതിപ്പോ ഓടിച്ചാ അറിയാം നമുക്ക് 28 ഓടിയിട്ടുള്ളൂ എന്നുള്ളത്. അല്ല, അതിന്റെ ആ ഒരു ബോഡി ക്വാളിറ്റി കണ്ടാൽ തന്നെ ബോഡി ക്വാളിറ്റിയും ഇന്റീരിയലായാലും അതായത് സ്റ്റാർട്ടിങ് അത് ഒരു ടച്ചപ്പ് പോലും ഇല്ല. അതാണ് ടച്ചപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ ഇത്ര ലോ കിലോമീറ്റർ മാത്രമേ എടുക്കുള്ളൂ. ഒത്തിരി ബീറ്റ് ഒക്കെ ആകുമ്പോൾ ഒത്തിരി അത്രയും നല്ല വണ്ടികൾ അല്ലെങ്കിൽ പോവില്ല. അല്ല അതെ കറക്റ്റ് ആണ്. ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 1,50 കൊടുക്കാം. വേണമെങ്കിൽ എടുത്താലേ നല്ല വണ്ടി വേണം. അതായത് ഇതും നമുക്ക് നല്ല വണ്ടി എന്ന് പറഞ്ഞ പല കസ്റ്റമർ വരും. ചെറിയ വണ്ടിയിൽ നല്ല വണ്ടി ഓടാത്ത വണ്ടി എന്ന് പറയുമ്പോൾ, ഓട്ടം കുറഞ്ഞ വണ്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങള് എല്ലാം തെളിയിച്ച് എന്തും ചെയ്യാം അല്ലേ? അത്രേ ഉള്ളൂ. അതിക്കുള്ള എന്ത് ധൈര്യം പറയാനാ? അത്രയും ക്ലീൻ വണ്ടി, നീറ്റ് വണ്ടി. അത് 1.5 ലക്ഷം രൂപ അല്ലേ? അതെ അതെ. പേപ്പർ എടുത്തിട്ടുള്ള റേറ്റ് അല്ലേ പറഞ്ഞേ? പുതിയ ഇപ്പൊ ടെസ്റ്റ് 2010 നടത്തിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഐറ്റൺ ആണെങ്കിലോ ഏതാ മോഡല്? ഇത് 2014-15 വണ്ടി. 14-15 പെട്രോൾ ആണ്. 4 ടയർ പുത്തൻ ടയർ അല്ലേ? സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? ഇത് 68,000 കിലോമീറ്റർ. 68 ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതിലൊരു 99% ഒക്കെ സർവീസ് ഉള്ള വണ്ടികളാണ്. ഷോറൂം സർവീസുകൾ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. ഓക്കെ. ഇത് വിലയാണെങ്കിലോ? ഇത് നമുക്ക് 2,90 2,90 അല്ലേ? 14-15 വണ്ടി അല്ലേ? 2,90,000 രൂപയ്ക്ക് 14-15 വണ്ടി എടുക്കാം. അടുത്തായിട്ട് നല്ല ഒരു പച്ച കളർ റെഡി പോയും വെള്ള കളർ റെഡി പോയും. ഈ പച്ച എന്താ ഏതാ മോഡല്? ഇത് 2016 വണ്ടി. 16 പുത്തൻ ടയറാണല്ലോ 4. അതെ അതെ അതെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല റീപ്ലേസ് ഉള്ള വണ്ടികൾ ഇല്ല നമ്മുടെ കയ്യില്. ഈ പിന്നെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇത് മാനുവൽ അല്ലേ? 16 മോഡൽ ഏതാ പറഞ്ഞേ? ഇത് 2016 വണ്ടി. 16 അല്ലേ? 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ശരി. എന്താ വില? ഇത് നമുക്ക് 1,90 കൊടുക്കാം. 1,90 കൊടുക്കാം. അത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. അതായത് വിലയില് ഒരിത്തിരി ഇതുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ടാണ് വണ്ടി. അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞേ? 20,000 നിങ്ങൾ കുറച്ച് കൊടുത്തു. നമ്മൾ 20 രൂപ കുറച്ച് കൊടുത്ത് 4 ടയറും ഇല്ല, അല്ലെങ്കിൽ 3ാമത്തെ ഓണറൊക്കെ ആകുമ്പോ അതിന്റെ ഇത് പോയില്ലോ. ഇതിപ്പോ സിംഗിൾ യൂസ് വണ്ടി, ഇവിടുത്തെ ഒരു പ്രൊഫസർ വണ്ടി. പ്രൊഫസർ അതിന്റെ ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല, എന്നാലും വണ്ടി അത്രയും ക്ലീൻ വണ്ടി. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 16 നല്ല ക്ലീൻ വണ്ടി 1,90 എടുക്കാം. അത് നെഗോഷ്യബിൾ ആണ്. ഫുൾ ലോണും കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ കാണിച്ച വണ്ടിയൊക്കെ മാക്സിമം ലോണും കയറില്ലേ? അടിപൊളി. ഇനി ഇതാണെങ്കിലോ? ഇത് 2018 ഓട്ടോമാറ്റിക്. 18 ഓട്ടോമാറ്റിക്. സെയിം സാധനം തന്നെ, മോഡൽ കൂടി ഓട്ടോമാറ്റിക്. കിലോമീറ്ററോ? ഇത് 80,000 കിലോമീറ്റർ. 80 ഓടിയിട്ടുള്ളൂ. റേറ്റ് എത്ര ഉണ്ട്? ഇത് നമുക്ക് 2,60,000 രൂപ. 260. എന്തെങ്കിലും കുറയാണ്ടാവും അല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ആർക്കെങ്കിലും ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ ഇതാ ഓട്ടോമാറ്റിക് വെള്ളയുണ്ട്, മാനുവൽ വേണമെങ്കിൽ മാനുവൽ പച്ചയുണ്ട്. ആ പുറകിൽ 2 വണ്ടി കൂടെ കാണിച്ചാലോ? കാണിക്കാം. വേഗം പറഞ്ഞോമ്പാ. ഈ പിന്നെ വാഗണർ ആണെങ്കിലോ? ഇത് 2007 വണ്ടി. 7 അല്ലേ? VXI ആണ്. പേപ്പറൊക്കെ ഇല്ലേ? പേപ്പറൊക്കെ ഉണ്ട്. 2027 വരെ പേപ്പർ ഉണ്ടാവും. എല്ലാം എടുത്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാട്ടോ. ബോഡിയൊക്കെ പുറകിൽ പുറത്ത് നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും ഇറക്കിയിടാത്തത്. ഈ 7 വണ്ടി നമുക്ക് എന്താ വില? ഇതൊക്കെ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. VXI 1 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അതും VXI ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ സെൻ ആണെങ്കിലോ? ഇതും 2007 വണ്ടി തന്നെ. അല്ലേ? ഇതും നമുക്കിത് ഒരു 85 രൂപയ്ക്ക് കൊടുക്കാം. 85 രൂപയ്ക്ക്. അതൊക്കെ പേപ്പറുള്ള എല്ലാം പേപ്പറുള്ള വണ്ടികൾ. ഓക്കെ. ആർക്കെങ്കിലും വേണം നോക്കിയൊക്കെ വളരെ വളരെ വില കുറച്ച് ചെറു പൈസക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികളാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എടുത്തുകൊണ്ട് പോയാൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം അല്ലേ? അതെ അതെ അതെ. ഒരപാകത ഇല്ലാത്ത നീറ്റ് വണ്ടികൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ചെറുവണ്ടികൾ ഓൾറെഡി കാണിച്ചു തന്നു. ഞാൻ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് കുറച്ച് കിഡിലൻ SUV-കളാണ്. അപ്പോൾ ചേട്ടാ നമുക്ക് കുറച്ച് വലിയ വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ അതെ. നമുക്ക് കൊടുക്കാം. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. വണ്ടി 100% ക്വാളിറ്റിയും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. അതെ അതെ. പിന്നെ കാണിച്ചു വിട്ടെ,
ഇപ്പൊ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്കും പിന്നെ ഈ സർവീസ് കാര്യങ്ങൾ അതല്ലാണ്ട് വാറണ്ടി എന്തെങ്കിലും കൊടുക്കണ്ടോ? വാറണ്ടിയും കാര്യങ്ങളൊന്നും കൊടുക്കണില്ലേ. പക്ഷെ നമ്മുടെ വണ്ടികൾ നമ്മൾ ഏകദേശം 10-22 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. 22 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ഇതുവരെ അങ്ങനെ കംപ്ലൈന്റുകളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ മേജറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് തീർത്തു കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പം ഇത് ഈ നേരെ മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ റോഡും ആ ഒരു ജംഗ്ഷൻ ആണ്. മുട്ടിഞ്ഞ സൗണ്ട് ആയിരിക്കും വണ്ടികളുടെ. മാക്സിമം കളഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുക അല്ലേ? അതെ. മോഡൽ ലോഡ്ജി ഇത് 2017 മോഡല്. 17 ഓൾമോസ്റ്റ് ബാക്കിൽ 2 ടയർ പുത്തൻ ടയറാണ്. 17 ഡീസലാണ് 1.5 അല്ലേ? അതെ. കിലോമീറ്ററോ? ഇത് 1,80,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് വണ്ടി. 1.80 അല്ലേ? അത് സിംഗിൾ ഓണർ വണ്ടി. അച്ഛനാ ഇന്റീരിയർ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണേ. അല്ല നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ടാ. അതെ. ഇത് നമുക്ക് എന്താ വരാ? ഇത് നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. വെറും 3,40,000 17 വണ്ടി കൊടുക്കാം അല്ലേ? കൊടുക്കാം. അടിപൊളി കേട്ടോ. അത് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 3,40,000 രൂപയ്ക്ക്. അടുത്തായിട്ട് നല്ല അടിപൊളി ഹെക്സ കാണിച്ചു തരാൻ കുറച്ച് പൈസയൊക്കെ മുടക്കിയ വണ്ടി അല്ലേ? അതും നല്ല ക്ലീൻ വണ്ടി. ഇതും സിംഗിൾ ഓണർ വണ്ടി, ഫുള്ള് കമ്പനി സർവീസ്. അലോയ്സ് ഒക്കെ ഒരു ഏകദേശം 1 lakh മുടക്കി. ഏകദേശം മുടക്കമുണ്ട് അല്ലേ? 1,00,000 രൂപേന്റെ മുടക്കമുള്ള വണ്ടിയാണ്. ഈ അലവിൽ ഡയറക്റ്റ് ഇപ്പൊ തന്നെ വണ്ടിക്ക് ഒരു എടുപ്പ് വന്നു അല്ലേ? അതെ. ഇത് മോഡൽ ഏതാ പറഞ്ഞേ? ഇത് 2019 സിംഗിൾ ഓണർ. 19 സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇത് ഫുൾ ഓപ്ഷനാ? ഇത് XM എന്ന് പറഞ്ഞ വേരിയന്റ്. XM ആണ്. ഓക്കെ, ഫുൾ അല്ല അല്ലേ? അല്ല. ഓക്കെ, എന്നാലും ഒരുവിധം എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ വലിയൊരു വണ്ടിയാണ്. 10-12 മൈലേജ് കിട്ടും അല്ലേ? 12-13 ഒക്കെ കിട്ടും ഡീസലില്. എന്തൊക്കെ പറഞ്ഞാൽ 7 സീറ്റർ ആണ്. 7 സീറ്റർ. നമുക്ക് എന്താ വരാ? ഇത് നമുക്ക് 7,40,000 കൊടുക്കാം. 7,40,000 രൂപയ്ക്ക്. ഇത് സിംഗിൾ യൂസ് തന്നെയാ, ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. അതൊക്കെ 19 വണ്ടി ഒരു റീപ്ലേസ് ഇല്ല അല്ലേ? ഇല്ല. അടുത്തത് Q7 അല്ലേ? Q7 ഒരു 1.5, അതായത് ഒരു ഫുൾ സൈസ് SUV എന്ന് പറയാൻ പറ്റുന്ന സാധനം. അതെ. ഇത് മോഡൽ ഏതാ? ഇത് 2014 വണ്ടി. ഇത് 14 ആണ്. ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി അല്ലേ? ഞാൻ ഓർത്ത് കുറച്ച് പഴയ മോഡലായിരിക്കും. പക്ഷെ പഴയതല്ല, 14 മോഡലാണ്. ഈ ഒരു ഷേപ്പ് വന്ന ലാസ്റ്റ് വണ്ടിയാണ്. ഇത് കിലോമീറ്ററോ? ഇത് 1,15,000 കിലോമീറ്റർ. 1.15 അല്ലേ? സെക്കൻഡ് ഓണർ. ഇത് കേരള വണ്ടിയാ? അല്ല, റീ രജിസ്ട്രേഷൻ വണ്ടി. ഫ്രീ ആയതാ അല്ലേ? എന്തൊക്കെ പറഞ്ഞ 14 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഡോക്ടർ സെക്കൻഡ് ഓണർ ആയതാണ്. അല്ലേ? നല്ല മോശമൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെ കേട്ടോ. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല. റീപ്ലേസ് ഈ വണ്ടി എന്നല്ല, ഒരു വണ്ടികൾ നമ്മൾ റീപ്ലേസ് എടുക്കുന്നത്. അപ്പൊ എന്നാലും 14 മോഡല് Q7 എന്താ വില? ഇത് നമുക്ക് 12,50,000 കൊടുക്കാം. 12.5 ലക്ഷം രൂപ കൊടുക്കാം. അതായത് V6 എഞ്ചിൻ വരുന്ന ഒരു പവർഫുൾ സാധനം അല്ലേ? പവർ സാധനമാണ്. എന്തായാലും വേണം. ഇത് ലോൺ കയറുമോ? ഇതുമ്മ ലോൺ കൂടി ഏകദേശം നമുക്കൊരു 9-10 ഇടയിൽ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? മോശമൊന്നുമില്ല. വാർക്കിൽ വേണം നോക്കിയോ. അത് Q7 ആണ്, വലിയ വണ്ടിയാണ്. അടുത്തത് ഇത് ഡീസൽ പെട്രോളോ? അമേസ്. ഇത് പെട്രോൾ 2016 മോഡൽ. 16 പെട്രോൾ അല്ലേ? ഇത് കിലോമീറ്ററോ? ഇത് 80,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 3,65,000 രൂപ. 16 വണ്ടി 3,65,000 കൊടുക്കും. അത് നല്ല വൃത്തിയുള്ള സെക്കൻഡ് ഫേസ് വന്ന വണ്ടി കേട്ടോ. അതെ. ആർക്കെങ്കിലും വേണം നോക്കിയോ. അതുപോലെ തന്നെ ടിയാഗോ ആണെങ്കിലോ? അത് 2019 വണ്ടി. 19 ആണ്. കിലോമീറ്ററോ? XT എന്ന് പറഞ്ഞ വേരിയന്റ് 85,000 കിലോമീറ്റർ. മിഡിൽ ഓപ്ഷൻ അല്ലേ? 85 ഓടിയിട്ടുണ്ട്. ജെനുവിൻ അല്ലേ? അതും ജെനുവിൻ കിലോമീറ്റർ ഒക്കെ സർവീസ് ഉള്ള വണ്ടികളാണ്. ഓക്കെ, അതും സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. പ്രൈസോ? ഇത് നമുക്ക് 3,10,000 രൂപ കൊടുക്കാം. 3,10 കൊടുക്കാം. നെഗോഷ്യബിൾ ആവോ? എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു. 2019 വണ്ടിയാണ് നിങ്ങൾക്ക്. 3,10 കൊടുക്കാം. അൾട്ട പോലും കിട്ടും. അതും സിംഗിൾ യൂസ് ഫുള്ള് സർവീസ്. നല്ല ക്വാളിറ്റി ഉള്ള 83,500 സർവീസ് ചെയ്ത വണ്ടി. അതെ. ആ 3,10 ഒട്ടും കൂടുതലല്ല. നിങ്ങൾ നോക്കിക്കോ. അടുത്തൊരു പഞ്ച് കാണിച്ചു തരാം. പഞ്ചാണെങ്കിലോ? ഇത് 2023 മോഡല്. 23 ആണ്. കിലോമീറ്ററോ? ഇത് 35,000 കിലോമീറ്റർ. ഫുള്ള് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ല അല്ലേ? അല്ല. ഇത് പ്യുവർ പഞ്ച് പ്യുവർ എന്നാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇപ്പോ? ഇത് നമുക്ക് 5,40,000 രൂപ കൊടുക്കും. 23 വണ്ടിക്ക്. 23 വണ്ടി. അടിപൊളി. 5,40 നിങ്ങൾക്ക് 1 രൂപ ഫുൾ. അതും ഒരുപാട് ഫിറ്റിംഗ്സ്, ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ, അങ്ങനെ ഒരുപാട് ഫിറ്റിംഗ്സ്. ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണേ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ 5,40 പഞ്ച് എടുത്തോ. അതും 23 വണ്ടി അല്ലേ? അതെ. ഇവിടെ ഒരു 4 വണ്ടി കൂടി കിടക്കുന്നുണ്ട്. ചെറു വണ്ടികളും കൂടി ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ഷീറ്റൊക്കെ കെട്ടിയതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിന് പ്രശ്നം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് ചേട്ടാ ഏതാ മോഡല്? ഇത് 2014-15 രജിസ്ട്രേഷൻ. 14-15 വണ്ടി. പക്ഷെ നല്ല നീറ്റ് അല്ലേ വണ്ടി? നല്ല നീറ്റ്. ഓണർ സെക്കൻഡ് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വിലയോ? ഇത് നമുക്ക് 1.50 പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 1.5 ലക്ഷം രൂപയ്ക്ക്. അടിപൊളി. 1 ലക്ഷം രൂപ വരെ 1.20 വരെ ലോണും കൊടുക്കാം. അത് മാത്രമല്ല പിന്നെ 1.2 സ്വിഫ്റ്റ്, അതേപോലെ 4 സിലിണ്ടർ വാഗണർ, അതിന്റെ കറക്റ്റ് ആയിട്ട്. ഇതാണെങ്കിലോ? ഇത് 2013-14 രജിസ്ട്രേഷൻ. 13-14 രജിസ്ട്രേഷൻ അല്ലേ? എന്താ വില? ഇത് നമുക്ക് 1.60. 1.60 അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും മോശമൊന്നുമില്ല. അതൊക്കെ ചെറിയ പൈസക്ക് സിംഗിൾ ഓണർ വണ്ടികളാണ്. ചെറു വിലേന്റെ വണ്ടികളായതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ.
ഇത് 2012-13 രജിസ്ട്രേഷൻ. 12-13 നമുക്ക് എന്ത് വിലയുണ്ട്? ഇതൊക്കെ ഒരു 1.40 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം. 1.40 കൊടുക്കാം. 12 വണ്ടി അല്ലേ? 12-13 രജിസ്ട്രേഷൻ. അടിപൊളി. അതുപോലെ തന്നെ ഒരു അത് 2018 80,000 ഓടിക്കുന്ന ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമുക്ക് 2.35 കൊടുക്കാം. 2.35 18 ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ. അതും അത്യാവശ്യം സിംഗിൾ ഓണർ വണ്ടി തന്നെ. ഇങ്ങോട്ട് ഇറക്കിയിട്ട് വൃത്തി കുറവോ കംപ്ലൈന്റ് ഒന്നും ഇല്ല. വണ്ടി മേജർ ആയിട്ട് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും കൊണ്ടുപോയിട്ട് അവർക്ക് തിരിച്ചു കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ റോയൽ യൂസ്ഡ് കാർസ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ അടിപൊളിയല്ലേ? നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അല്ലേ? 100% നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ട് മാത്രം വിറ്റില്ലെങ്കിൽ വിറ്റില്ലാന്നേ ഉള്ളൂ. പക്ഷെ നല്ല വണ്ടിയെ കൊടുക്കുള്ളൂ അല്ലേ? അത് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള വണ്ടികളാണെങ്കിൽ എല്ലാം അതൊക്കെ ഞാൻ ഇത്ര ഉറപ്പ് പറഞ്ഞാൽ ഇവിടെ കണ്ടു വന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. നിങ്ങൾക്ക് ആർക്ക് വേണേലും വരാം, ആർക്ക് വേണേലും ഒന്നും ചെക്ക് ചെയ്യാം അല്ലേ? അതും 99% കമ്പനി സർവീസ് ഷോറൂം സർവീസ് ഉള്ള വണ്ടികൾ എടുക്കുന്നുള്ളൂ. പിന്നെ സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ മാക്സിമം. ഒറ്റ കാര്യം ചെയ്താൽ മതി, നേരെ വരിക, ഇരിഞ്ഞാലക്കുട വരിക, ചേട്ടൻ്റെ അടുത്ത് വരിക, വണ്ടികൾ നോക്കുക, ഇഷ്ടപ്പെട്ട മാക്സിമം എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ നമ്പർ പ്ലേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ആര് വിളിച്ചു വെച്ചാലും ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കും, കിട്ടും. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇവിടുത്തെ ഈ ഒരു സ്റ്റോക്ക് മാറുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.